മുംബൈ ട്രിപ്പിനുണ്ടായിരുന്നതാണ്. ഇതാണ് എൻ്റെ അനിയൻ അശ്വിൻ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പിൻ്റെ ഡെസ്റ്റിനേഷൻ പിന്നെ പറയും. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ട്രെയിന്. പക്ഷേ ഞങ്ങൾ പോകുന്ന സ്ഥലത്തിലേക്ക് ഇതല്ല ട്രെയിന്. ഞങ്ങൾ ആദ്യം ഷൊർണൂർക്ക് പോകണം. ഷൊർണൂരിനാണ് ഞങ്ങളുടെ ട്രെയിൻ വരുന്നത്. അപ്പോൾ ഈ ട്രെയിൻ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാതെ ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. ഈ കുട്ടി സൈഡ് സീറ്റ് തന്നെ എടുത്തു. ഇതെൻ്റെ ബ്രദർ, ഭയങ്കര ബിസിയാണ്. അങ്ങനെ ഞങ്ങൾ ഷൊർണൂരെത്തി. ഇവിടെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. കഴിച്ചുകൊണ്ട് കാണും. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇപ്പോൾ പ്ലാറ്റ്ഫോം 6ലേക്ക് പോവാണ്. ട്രെയിന് കുറച്ച് നേരത്തെയാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയിരിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ട്രെയിന് നേരത്തെ വന്നിരിക്കണം. 4:30ക്കാണ് വണ്ടി. 4 മണിക്ക് തന്നെ വണ്ടി. കൃത്യസമയത്തിന് മുമ്പേ തന്നെ എത്തി. ഇന്ത്യൻ റെയിൽവേ എന്താ പറയുക, വളരെ അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അച്ഛൻ്റെ സീറ്റ് അവിടെയാണ്. എൻ്റെ ആനക്കടി സീറ്റ് താഴെയാണ്. ഞാനൊക്കെ അത്രേ ഉള്ളൂ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ തന്നു. അപ്പോഴത്തേക്കും ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. വളരെ പെട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ വേഗം ഭക്ഷണം നിർത്തിയിട്ട് വേഗം ഇറങ്ങി. ഇവിടെ 1/2 മണിക്കൂർ ട്രെയിനിലിരിക്കണം. നല്ല തലവേദന. അപ്പോൾ ഞങ്ങളൊരു കോഫി കുടിക്കാമെന്ന് കരുതി. അങ്ങനെ വീണ്ടും ഞങ്ങൾ ചായ വാങ്ങിയിരിക്കുകയാണ്. നേരത്തെ കോഫി ആയിരുന്നു, ഇപ്പോൾ ചായയുടെ. നല്ല തലവേദന, കിടന്നിട്ടൊന്നും ശരിയാവുന്നില്ല. ഇപ്പോൾ സമയം 9 മണി. ഞങ്ങൾ രാത്രിയിലത്തെ ഡിന്നർ കഴിക്കുകയാണ്. ഞങ്ങൾക്ക് സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ ഒരു സീറ്റിൽ തന്നെ ഇരുന്നിട്ടാണ് കഴിക്കണം. ഈ കുട്ടി ഫുൾ ഉറക്കമായിരുന്നു. ട്രെയിന് വന്നെങ്കിലും ഞങ്ങളുടെ ട്രെയിൻ ഡിലേ ആയി. 1.5 മണിക്കൂർ മുമ്പ് തന്നെ ഈ ട്രെയിൻ എത്തി. പക്ഷേ സ്റ്റേഷൻ ഇപ്പം ഞങ്ങളുടെ മെയിൻ സ്റ്റേഷൻ എത്താൻ 1/2 മണിക്കൂർ ഡിലേ ആയി. 3/4 മണിക്കൂർ ഡിലേ ആയി. ഇപ്പോൾ സമയം 5 മണിയാണ്. ഞങ്ങൾ ഇറങ്ങാനായിട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏതാനും സെക്കൻഡ്സിനകം ഇറങ്ങാൻ പോകുന്നത്. അല്ല സോറി, റൂമല്ല, ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ലഗേജസ്. കുറേ ഉണ്ട്. സോ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്താനുള്ള സാവകാശം പോലും ഞങ്ങൾ കൊടുക്കാതെ ചാടി ഇറങ്ങി ബാഗെല്ലാം പിടിച്ച് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ 3യിൽ നിന്നും ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 1ലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്ലോപ്പ് ടൈപ്പാണ്, പക്ഷെ നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റും. സോ ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള അടുത്ത യാത്രക്കാരനെ കാണാൻ പോവാണ്. എവിടെ 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 ഏതെത്തി? കമോൺ, ഇതാണ് ഞങ്ങളുടെ കൂടെയുള്ള അടുത്ത ആള്. അങ്ങനെ ഞങ്ങൾ ATM നിന്ന് ക്യാഷൊക്കെ എടുത്ത് കയ്യിലും കുറച്ച് ക്യാഷ് കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ATM നിന്ന് ക്യാഷ് എടുത്തു. ഇപ്പം GPayയിൽ കുറച്ച് എമൗണ്ട് കൊടുക്കും. കാറ് റെൻറ്റിലാണ് 4 ദിവസത്തേക്ക്. അപ്പോൾ അവർ കാർ എത്തിയെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 7 മണിക്കെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ നേരത്തെ തന്നെ എത്തി. അതുകൊണ്ട് നന്നായി. ലോഞ്ചിലൊക്കെ ഫുള്ളാണ്, തിരക്കാണ്. നമുക്ക് കിട്ടുന്നില്ല, സീറ്റൊന്നുമില്ല. അപ്പം ക്യാബല്ല, കാർ എത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം വേറെ ഒന്നുമല്ല, ഇതാണ്. ഇതാണ് നമ്മുടെ കാറ്. സോ ഞങ്ങൾ അങ്ങനെ കയറാൻ പോവാണ്. എല്ലാം റെഡിയായി, പേയ്മെൻറ്റൊക്കെ ചെയ്തു. അവരെന്തുണ്ടെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറിയിരിക്കുകയാണ്. ഞാനും അല്ലെങ്കിൽ ബാക്ക് സീറ്റിലാണ്. ഫ്രണ്ടിൽ 2 ബോയ്സ് ആണ് ഇരിക്കുന്നത്. ഹായ് ബോയ്. ഈ ബോയ് നടക്കല്ലേ, ജനല് തുറക്കണം.